അധ്യക്ഷൻ അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാറിനെതിരെ സെക്ഷൻ 107 CRPC ഇൻവോക്ക് ചെയ്തിരിക്കുകയാണ് അതോറിറ്റികൾ. നമുക്കറിയാം ഈ സെക്ഷൻ ഈ സ്ഥലത്തെ സ്ഥിരമായിട്ട് ആക്രമണം നടത്തുന്ന അക്രമകാരികളായിട്ടുള്ള ആളുകൾ, ഇവിടുത്തെ സ്വസ്ഥത നശിപ്പിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ളവർക്കെതിരെ ഉപയോഗിക്കേണ്ടതാണ് എന്നിരിക്കെ ഇത്തരത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കൾക്കെതിരെ ഈ ഒരു സെക്ഷൻ വകുപ്പ് ചുമത്തിക്കൊണ്ട് ആക്ഷൻ ഇൻവോക്ക് ചെയ്തിട്ടുള്ള ഈ ഗവൺമെന്റ് യഥാർത്ഥത്തിൽ സൂചിപ്പിക്കുന്നത് ഇവിടെ പ്രതിപക്ഷ ശബ്ദത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാമെന്നുള്ള തെറ്റായ ധാരണയിൽ തന്നെയാണ് ഇവർ ഈ തരത്തിലുള്ള അതിക്രമങ്ങളുമായിട്ട് വരുന്നത്. അതുകൊണ്ട് ഇതിനെ തടയിടുവാൻ ഭാരതീയ ജനതാ പാർട്ടി അതിന്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകും എന്നുള്ളതിൽ സംശയമില്ല. ഇന്ന് തൃശൂർ ജില്ല അല്ലെങ്കിൽ തൃശൂർ പാർലമെന്റ് മണ്ഡലം ഞങ്ങൾക്ക് വലിയൊരു സമ്മാനം നൽകിയിട്ടുണ്ട്. ഇവിടെ ഞങ്ങളുടെ MP വിജയിപ്പിച്ചു എന്നുള്ളത് ആ ഒരു സന്തോഷത്തിൽ നിൽക്കുമ്പോഴും ഇവിടുത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടി ഞങ്ങളെ അതിക്രമങ്ങൾ ഇരയാക്കിക്കൊണ്ട് ഞങ്ങളെ ഇവിടെ പ്രവർത്തിക്കാൻ വിടാതെ ഇവിടെ യഥാർത്ഥ വികസനം കൊണ്ടുവരാൻ സാധിക്കാത്ത വിധം ഞങ്ങളെ കെട്ടിയിടാമെന്നുള്ള ധാരണയാണെങ്കിൽ ഇവിടുത്തെ ഈ വോട്ട് ചെയ്ത് നമ്മളെ വിജയിപ്പിച്ച ആളുകൾ ഉൾപ്പെടെ ഇവരെ ചോദ്യം ചെയ്യുകയും വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിൽ മാത്രമല്ല ഇനിയുള്ള കാലത്തിലും ഇത്തരത്തിലുള്ള അതിക്രമങ്ങളുമായിട്ട് എതിർ ശബ്ദങ്ങളെ നിശബ്ദമാക്കുന്ന രീതിയെ ചോദ്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് വരുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവും ഞങ്ങൾക്കില്ല. തുടർച്ചയായിട്ടുള്ള അപമാനങ്ങളും തുടർച്ചയായിട്ടുള്ള ആക്രമണങ്ങളും ഞങ്ങൾക്ക് നേരെ ഉണ്ടായിട്ടുണ്ട്. ഭരണത്തിന്റെ അധികാരത്തിന്റെ ഗർവ് ഉപയോഗിച്ചുകൊണ്ട്, അധികാര ദണ്ടുപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ അടിച്ചമർത്തുവാൻ നോക്കിയിട്ടുണ്ട്. എന്നിട്ടും ജനവിധി ഞങ്ങൾക്ക് അനുകൂലമായിരുന്നു. എന്നിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുവാനായിട്ട്, ഈ അധികാരത്തെ ഉപയോഗിക്കുവാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. അതിന് തടസ്സമായിട്ട് ഇത്തരത്തിലുള്ള ഉമ്മാക്കിയുമായിട്ട് വന്നാൽ അതിനെ ചോദ്യം ചെയ്യുവാൻ ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് ഓർമ്മിപ്പിക്കുവാൻ മാത്രമാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ. ഇവിടുത്തെ ജനജീവിതം ദുസ്സഹമാക്കാൻ ഇനിയും ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് ഭരണകൂടം മുന്നോട്ട് വരരുത് എന്ന് സൂചിപ്പിക്കുക കൂടിയാണ് ഈ അവസരത്തിൽ. നമ്മുടെ ബലിദാനിയായിട്ടുള്ള ആനന്ദൻ, ഗുരുവായൂർ സ്വദേശി ആയിട്ടുള്ള ആനന്ദൻ, അവരുടെ അമ്മയാണ്. ആനന്ദന്റെ മരണത്തിന് ശേഷവും ഭാരതീയ ജനതാ പാർട്ടിയുടെ പതാകയും വേണ്ടിക്കൊണ്ട് ആ പ്രസ്ഥാനത്തിന് വേണ്ടി അടിയുറച്ച വിശ്വാസത്തോടുകൂടി ആത്മസമർപ്പണത്തോടുകൂടി പ്രവർത്തിക്കുകയാണ് ഈ അമ്മ. ഇതുപോലെയുള്ള നിരവധി അമ്മമാരുടെ കണ്ണീരിന്റെ ശക്തി കൊണ്ട് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇത്തരത്തിലുള്ള ഒരു വിജയം സമ്മാനിക്കുവാൻ ഇന്നത്തെ ഒരു സാഹചര്യം ഉണ്ടായത് എന്നുകൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഇത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള അമ്മമാരുടെ പ്രയത്നം, സഹോദരന്മാരുടെ പ്രയത്നം അത് വൃഥാവിലാവില്ല. തീർച്ചയായിട്ടും വരും കാലങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിക്കൊപ്പം ഈ കേരളത്തിലെ എല്ലാ ജനങ്ങളും നിൽക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. BJP ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാറിനെതിരെ തൃശ്ശൂരിൽ ആദ്യമായി ഒരു താമര വിരിയിച്ചതിന്, കേരളത്തിൽ നിന്ന് ആദ്യമായി താമര അടയാളത്തിൽ ഒരാളെ പാർലമെന്റിലേക്ക് അയച്ചതിന് വ്യക്തിവിരോധം തീർക്കുന്ന സമീപനമാണ് തൃശ്ശൂരിലെ പോലീസ് CPM-മായി ചേർന്നെടുത്തിട്ടുള്ളത്. നിരന്തരമായി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന കുറ്റവാളികൾക്ക് നേരെ എടുക്കുന്ന 107 CRPC അദ്ദേഹത്തിനെതിരെ ചാർജ് ചെയ്തുകൊണ്ട് പൊതുസമൂഹത്തിൽ അദ്ദേഹം കഴിഞ്ഞ 4 വർഷമായി BJPക്ക് തൃശ്ശൂരിൽ ഉണ്ടാക്കിയിട്ടുള്ള സ്വീകാര്യത, ആ സ്വീകാര്യതയ്ക്ക് മങ്ങലേൽപ്പിക്കുന്നതിന് വേണ്ടി, അദ്ദേഹത്തെ വ്യക്തിപരമായി ഇകഴ്ത്തി ചിത്രീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു കള്ളക്കേസ് അദ്ദേഹത്തിനെതിരെ CPM-ഉം പോലീസും ഗൂഢാലോചന നടത്തിയെടുത്തിട്ടുള്ളത്. ഇതിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ അതിശക്തമായ പ്രതിഷേധം, ജനകീയമായ പ്രതിഷേധങ്ങളും നിയമപരമായ പോരാട്ടങ്ങളും ഒക്കെ നടന്നു വരികയാണ്. ആയതിൻ്റെ ഭാഗമായി ഇന്ന് തൃശ്ശൂരിലെ DIG ഓഫീസിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി ജനാധിപത്യമായ രീതിയിലുള്ള വലിയ ബഹുജന പ്രക്ഷോഭം സംഘടിപ്പിച്ചിരിക്കുകയാണ്. മാർച്ച് ഏതാനും നിമിഷങ്ങൾക്കകം ആരംഭിക്കും. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ BJP ജില്ലാ മെമ്പറാണ്. ചേർപ്പിലാണ് എൻ്റെ വീട്. ഞാൻ തൃശ്ശൂർ അഡ്വക്കേറ്റാണ്. ഞാനിവിടെ പറയാൻ വന്നതെന്ന് വെച്ചാൽ, അതായത് പിണറായി സർക്കാരിൻ്റെ കള്ളക്കളികൾ ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് കൊടുത്ത ഒരു തിരിച്ചടിയാണ് ഈ ഇലക്ഷൻ. അതുകൊണ്ടാണ് എല്ലാ സ്ഥലത്തും BJPക്ക് 2ാം സ്ഥാനവും
2ാം സ്ഥാനം കിട്ടിയിട്ടുള്ളത്. നമ്മുടെ തൃശ്ശൂരാണെങ്കിൽ 75,000 വോട്ടിൻ്റെ ഏകദേശം ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപി ജയിച്ചത്. അനീഷ് കുമാർ എന്ന് പറഞ്ഞ ഞങ്ങളുടെ നേതാവിൻ്റെ കഠിനമായ പ്രവർത്തനം, അദ്ദേഹത്തിന് അണികളെ ഒരുമിച്ച് ചേർത്ത് നിർത്താനുള്ള കഴിവ്, ആ കഴിവിൻ്റെ മികവിലാണ് ഈ വിജയം. അതിന് പിണറായിയുടെ ആളുകളോ അസൂയപ്പെട്ടിട്ട് യാതൊരു കാര്യമില്ല. ശ്രീ അനീഷ് കുമാറിനെതിരെ എടുത്ത കേസ് കള്ളക്കേസാണ്, അസൂയ പെരുത്ത് ഉണ്ടായതാണെന്ന് പറയാൻ നമുക്ക് നിസ്സംശയം സാധിക്കും. കാരണം ഈ പിണറായിയുടെ ഉള്ളിൽ വല്ലാത്ത ഭയമാണിപ്പോൾ. അടുത്ത ഒരു ഇലക്ഷനോട് കൂടി പിണറായി സർക്കാർ ഈ കേരളത്തിൽ നിന്നും തുടച്ചു മാറ്റപ്പെടും. മാത്രമല്ല, ഇപ്പോൾ നമുക്കറിയാം കോൺഗ്രസ് എന്ന പാർട്ടി ദിവസങ്ങൾ തോറും നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കൊരു ഭരണം കിട്ടണമെങ്കിൽ ഓരോ വ്യക്തികളെയും കൂട്ടുപിടിക്കണം, അല്ലാതെ ഒറ്റയ്ക്ക് നിന്ന് ഭരിക്കാനുള്ള ഒരു കഴിവ് അവർക്കില്ല. 99 അവരുടെ ഭൂരിപക്ഷം. എന്നിട്ടാണ് 241 സീറ്റ് കിട്ടിയ മോദി സർക്കാരിനെതിരെ അവർ വെല്ലുവിളിക്കണത്. മനസ്സിലായ? ഈ 91കാരൻ കോൺഗ്രസിന്റെ സ്ഥാനം എവിടെയായിരുന്നു മുൻപ്? അന്ന് BJP എവിടെയായിരുന്നു? BJPയുടെ വളർച്ചയാണിത് കാണിക്കുന്നത്. ഇനിയും വളരും, ഇനിയും വളർന്നുകൊണ്ടേയിരിക്കും. ഞങ്ങളുടെ നേതാവിനെതിരെ എന്ത് കള്ളക്കേസ് കൊടുത്താലും ഞങ്ങൾ ശക്തമായി പ്രതികരിക്കും. ജയിലിൽ വരെ പോകാനും ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല. ഇനി ഇത്രയും മാത്രം എനിക്ക് പറയാം. ജയ് ഭാരത് മാത. എൻ്റെ ഒപ്പം നിൽക്കുന്നത് ചേർപ്പ് മണ്ഡലത്തിലെ മഹിളാ മോർച്ച പ്രസിഡന്റ് ശ്രീമതി രേണുകയാണ്. അവരും വളരെയധികം കഴിഞ്ഞ 3 കൊല്ലക്കാലമായി ഞങ്ങളെല്ലാവരും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തന ഫലമായി ചേർപ്പ് മണ്ഡലത്തിൽ തന്നെ 1ാം സ്ഥാനത്തെത്താൻ BJPക്ക് സാധിച്ചു. ഞങ്ങളിന്ന് ഇത്രയും ജനങ്ങളിവിടെ കൂടിയിട്ടുള്ളത് ഞങ്ങളുടെ പ്രിയങ്കരനായിട്ടുള്ള ഞങ്ങളുടെ തൃശ്ശൂർ ജില്ലാ BJPയുടെ പ്രസിഡന്റായിട്ടുള്ള KK അനീഷ് കുമാറിന് ഈ പിണറായിയുടെ, അതായത് ഇപ്പോൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ, കേരളത്തിൽ നടക്കുന്ന കുറേ സംഭവങ്ങൾ നമുക്ക് ദിവസം TV-യിലും പേപ്പറിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇത്രയും വൃത്തികെട്ടിട്ടുള്ള ഒരു സമീപനം ഇവിടുത്തെ പോലീസും ഇവിടുത്തെ ആഭ്യന്തരമന്ത്രി എടുക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ BJPയോട് ഒരു പേടിയായിട്ടാണ് സത്യം പറഞ്ഞത്. കാരണം ഇനി വരാൻ പോകുന്ന കാലം BJPയുടെ ആണല്ലോ, താമര മൊത്തം വിരിയുന്ന ഒരു കാലമായിട്ട് മാറാൻ പോകുക. അപ്പോൾ പേടി കൊണ്ട് കള്ളക്കേസ് കൊടുക്കുക. KK അനീഷ് കുമാറിനെ പോലുള്ള ഇത്ര നല്ലൊരു വ്യക്തി എല്ലാവർക്കും അറിയാവുന്നതാണ്. വളരെ പരിശുദ്ധമായ, വളരെ നല്ല മാന്യമായിട്ടൊരു വ്യക്തിനെ അനാവശ്യമായിട്ടുള്ള കള്ളക്കേസിൽ കുടുക്കിക്കൊണ്ട്, അതായത് സ്ഥിരം ഒരു ക്രിമിനൽ. ഇവിടെ ക്രിമിനലിനെ നോക്കുകയാണെങ്കിൽ പോലീസിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ക്രിമിനലുള്ളത്. ഒരുപാട് ഇവിടെ തെളിവുകൾ TV-യിൽ കണ്ടിട്ടുള്ളതാണ്. ഇപ്പം ഞാൻ പറയുന്നതല്ല, നമ്മളിവിടെ പല ആൾക്കാരും പുറത്താക്കിയിട്ടുള്ളതാണ്. അതൊക്കെ ഒന്ന് ശുദ്ധീകരിച്ചുകൊണ്ട് ഈ നാടിന് നന്മയ്ക്ക് വേണ്ടി ഈ ആഭ്യന്തരമന്ത്രിയുടെ പോലീസൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കണം. ഞങ്ങളുടെ അനീഷ് കുമാർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പ്രിയങ്കരനായ പ്രസിഡന്റിനെ ഞങ്ങൾക്ക് സംരക്ഷിക്കാൻ ഞങ്ങൾക്കറിയാം. അതിനുള്ള ഒരുക്കത്തിലാണ്. അപ്പം ഞങ്ങളിവിടുത്തെ DIG ഓഫീസ് മാർച്ചിനാണ് ഞങ്ങളിവിടെ കൂടിയിട്ടുള്ളത്. വളരെ ശക്തമായിട്ട് ഞങ്ങൾ അതിനെ പ്രതിഷേധിക്കുകയാണ്. തീർച്ചയായിട്ടും എന്ത് വന്നാലും ഞങ്ങളുടെ പ്രസിഡന്റിൽ നിന്ന് ഇവിടെ ഒരാൾക്കും വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അത് ഞങ്ങൾ എന്തൊക്കെ വേണ്ടി വന്നാലും അതിനെതിരെ ശക്തമായിട്ട് നിൽക്കും, ഒരുമിച്ച് ഒന്നിച്ച് ഒരുപോലെ. ഞങ്ങളുടെ പ്രിയങ്കരനായ BJPയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ KK അനീഷ് കുമാറിനെ അകാരണമായി കള്ളക്കേസിൽ കുടുക്കിക്കൊണ്ട് അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന പിണറായി പോലീസിന്റെ ഈ ധാർഷ്ട്യത്തിന് എതിരായിട്ടാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ സമരത്തിന് വേണ്ടിയിട്ട് എത്തിച്ചേർന്നിട്ടുള്ളത്. നമ്മൾ തൃശ്ശൂരിൽ നിന്നും തോറ്റു തൊപ്പിയടിച്ച VS സുനിൽകുമാറിന്റെ, അല്ലെങ്കിൽ ആ VS സുനിൽകുമാറിനെ തോൽപ്പിച്ചത് കൊണ്ടുള്ള വൈരാഗ്യം തീർക്കുവാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞങ്ങളുടെ തൃശ്ശൂർ ജില്ലയുടെ പ്രസിഡന്റിനെ ഈ കള്ളക്കേസിൽ കുടുക്കിയിട്ടുള്ളത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ കള്ളക്കേസിൽ കുടുക്കിയതുകൊണ്ടൊന്നും BJP ഇവിടെ ഇല്ലായ്മയാവാൻ പോകുന്നില്ല. ഇതിലും ശക്തമായ നിലയിൽ തന്നെ BJP വരും. BJP ഇനിയും കേരളം ഒട്ടാകെ പിടിക്കുവാനാണ് പോകുന്നത്. ഇത്ര മാത്രമേ പറയാനുള്ളൂ. നമ്മുടെ പ്രിയപ്പെട്ട ജില്ലാ പ്രസിഡന്റിനെ അകാരണമായി കേസിൽ കുടുക്കിയിരിക്കുകയാണ് പിണറായി സർക്കാർ. അതിന് വ്യക്തമായ കാരണങ്ങൾ ഒന്നും തന്നെ ഇല്ല. എന്നിട്ടാണ് 107 വകുപ്പ് ചുമത്തിയിരിക്കുന്നത്. 107 വകുപ്പ് ചുമത്താൻ നിൽക്കണം ഒരു തെറ്റും നമ്മുടെ പ്രിയപ്പെട്ട അനീഷ് കുമാർ നമ്മുടെ ജില്ലാ പ്രസിഡന്റ് ചെയ്തിട്ടില്ല എന്നുള്ള സത്യമാണ്. ഇതിനെ മറച്ചു വെച്ചുകൊണ്ട് നമ്മുടെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ പാർട്ടിക്കുണ്ടായ ദയനീയ പരാജയം, മാർക്സിസ്റ്റ് പാർട്ടിക്കുണ്ടായ ദയനീയ പരാജയം മറച്ചു വയ്ക്കാനും വീണ്ടും നമ്മളെ തളർത്താൻ വേണ്ടി നമ്മളുടെ ഉജ്ജ്വല വിജയത്തിൽ
എന്താ പറയുക, ദേഷ്യം കൊണ്ട് ഞങ്ങളെ പരമാവധി പരാജയപ്പെടുത്താനും തളർത്താനും വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ ആയിട്ടാണ് ഇത് തോന്നുന്നത്. സത്യത്തിൽ ഇതൊന്നും വില പോവില്ല. അങ്ങനെ തളരുന്ന ഒരു പാർട്ടിയല്ല BJP. ഞങ്ങൾ ഇപ്പോൾ ഇന്ന് ഇവിടെ IG ഓഫീസ് മാർച്ച് നടത്തുകയാണ്. കേസെടുക്കട്ടെ, കുഴപ്പമില്ല. നമ്മളെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു തെറ്റും കൂടാതെ ഒരാളെ, ഇപ്പോൾ സുരേന്ദ്രനെ നിങ്ങൾക്കറിയാം, ശബരിമല കാലത്ത് ഒരു തെറ്റും ചെയ്യാതെയാണ് 10-100 കേസുകൾ കൊടുക്കുക. അതുപോലെ തന്നെയുള്ള ഒരു ഐഡിയ ആണ് അവരുടേതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു സാധാരണ ടോക്കാണ്, ഞാനൊരു സാധാരണക്കാരി. അനാവശ്യമായിട്ടുള്ള പക പിണറായി സർക്കാരിന് ഉണ്ടായിട്ടുണ്ട്. കരുവന്നൂർ വിഷയത്തിൽ ജനങ്ങളുടെ എല്ലാവരും ഉൾപ്പെടുത്തിയിട്ടുള്ള പദയാത്ര അവിടെ നിന്ന് നയിച്ചത് KK അനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ സുരേഷ് ഗോപിയൊക്കെ ഉൾപ്പെട്ടിട്ടായിരുന്നു. ഈ അനാവശ്യ പക ഇതൊരു തരം ഫാസിസ്റ്റ് ഭരണകൂട ഭീകരതയായിട്ട് പരിണമിച്ചിരിക്കുകയാണ്. തീർത്തും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നടപടിയാണ് പിണറായി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നിയമ സംവിധാനങ്ങളെ സ്വാധീനിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരിക്കലും പൊറുക്കാൻ കഴിയാവുന്നതല്ല, അനുവദിക്കാൻ കഴിയാവുന്നതല്ല. നമ്മുടെ ഈ കേരളത്തിൻ്റെ ജനാധിപത്യ സംസ്കാരത്തിന് തന്നെ ഇത് വലിയൊരു വെല്ലുവിളിയാണ്. കടുത്ത പ്രതിഷേധ പരാമർശം ഇതിനെതിരെ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട്. എല്ലാ ജനാധിപത്യ വിശ്വാസികളും എല്ലാ ദേശസ്നേഹികളും നാട്ടുകാരും ഇതിനെതിരെ പ്രതികരിക്കണം. ജയ് ഭാരത് മാതാ കി ജയ്, ഭാരത് മാതാ കി ജയ്. രാഷ്ട്രീയ സമരങ്ങളുടെ പേരിൽ രാഷ്ട്രീയ പ്രവർത്തകർക്കും നേതാക്കൾക്കുമെതിരെ കേസുകളെടുത്ത് അതിൻ്റെ പേരിൽ അറസ്റ്റ് വാറണ്ടുമൊക്കെ ആയിട്ട് നടക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ പേരിൽ തന്നെ നിരവധി കേസുകളുണ്ടെന്ന് അദ്ദേഹം അസംബ്ലിയുടെ ഫ്ലോറിൽ പറയുകയുണ്ടായി. അതുപോലെ തന്നെ ഇവിടെയുള്ള രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയെല്ലാം നിരവധി കേസുകൾ നിലവിലുള്ളപ്പോൾ തൃശ്ശൂർ ജില്ലാ BJP പ്രസിഡന്റിൻ്റെ പേരിൽ ഇത്തരത്തിൽ കള്ളക്കേസുകളെടുത്ത് ഭീഷണിയുടെ സ്വരത്തിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം അത്യന്തം പ്രതിഷേധാർഹവും ഒഴിവാക്കേണ്ടതുമാണ്. വേട്ടയാടാൻ വിട്ടുതരില്ല. ജയ് ജയ് BJP. കബഡി കളിക്കാൻ വന്നാൽ തിരിച്ചടിക്കും സൂക്ഷിച്ചോ. ജയ് ജയ് BJP. ബോലോ ഭാരത് മാതാ കി. ഇന്നിവിടെ നടന്നിട്ടുള്ള പോരാട്ടം എന്ന് പറയുന്നത് ഞങ്ങളുടെ ആരാധനായിട്ടുള്ള BJP ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് KK അനീഷ് കുമാറിനെതിരെ 107 ചുമത്തിയതിന് മേലുള്ള പ്രതിഷേധമായിരുന്നു. ഈ പ്രതിഷേധത്തെ വളരെ മോശമായിട്ടാണ് പോലീസ് പ്രതിഷേധത്തിനെ ശക്തമായിട്ടാണ് നേരിട്ടത് പോലീസ്. പക്ഷേ ഇതുകൊണ്ടൊന്നും ഞങ്ങൾ തളരില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം ഇതിനേക്കാളൊക്കെ വലിയ തരത്തിലുള്ള പോലീസിന്റെ ആക്രമണങ്ങളെ നേരിട്ടിട്ടുള്ളവരാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ ഏത് പോരാട്ടത്തിൽ പോകുമ്പോഴാണെങ്കിലും സ്ത്രീയെന്നോ പുരുഷനോ ഭേദമില്ലാതെ ഈ പോലീസ് CPM-കാരെ ചെയ്യാൻ മാത്രമാണ് പോലീസ് പേടിക്കാറുള്ളത്. മറ്റുള്ള പാർട്ടിക്കാരെ ചെയ്യാനായിട്ട് പോലീസിന് ഒരു പേടിയില്ല. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിൽ ഞങ്ങളെ ആക്രമിക്കുന്നത് സ്ഥിരമാണ്, ഏതൊരു പ്രതിഷേധ മാർച്ച് വന്നു കഴിഞ്ഞാലും. അപ്പൊ ഞങ്ങൾക്ക് പറയാനുള്ളത് ജില്ലാ അധ്യക്ഷന്റെ നേരെയുള്ള 107 എത്രയും പെട്ടെന്ന് പിൻവലിച്ചില്ലെങ്കിൽ BJP ഇതിനേക്കാൾ വലിയ പ്രതിഷേധ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ്.